നമസ്കാരം. ഇന്ന് മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകൾ ഒരു കുടക്കീഴിൽ അണിചേരുകയാണ്. 31 വർഷങ്ങൾക്ക് മുൻപാണ് ടെലിവിഷൻ ആദ്യമായി മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങുന്നത്. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൻ്റെ മലയാള സംപ്രേഷണം മിഴി തുറക്കുന്നത് 1985-ലായിരുന്നു. കേരളത്തിൽ ഔദ്യോഗികമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചെങ്കിലും ടെലിവിഷൻ മലയാളം സംസാരിച്ചു തുടങ്ങിയത് 1985 ജനുവരി 1 മുതലായിരുന്നു. കേരളത്തിന്റെ സാമൂഹ്യ ചലനങ്ങളെ 15 മിനിറ്റിൽ കാച്ചിക്കുറുക്കിയ വാർത്തകൾ, ടെലിവിഷൻ കാവ്യങ്ങളായി മാറിയ പരമ്പരകൾ, ഇങ്ങനെ ദൂരദർശൻ മലയാളിയെ ടെലിവിഷൻ എന്ന മാന്ത്രിക ചതുരത്തിന്റെ കാഴ്ചശീലം പഠിപ്പിക്കുകയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക സാറ്റലൈറ്റ് ചാനലിന്റെ വരവിനായി വീണ്ടും ഒരു 10 വർഷം കൂടി കാത്തിരിക്കേണ്ടി വന്നു. കേരളത്തിൽ സ്വകാര്യ ചാനലുകളുടെ തുടക്കം കുറിക്കുന്നത് 1993-ലാണ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. 1993 പ്രശസ്ത ഡിസൈനർ സുജാത കേശവൻ ഡിസൈൻ ചെയ്ത ലോഗോയുമായി റഷ്യയുടെ എക്രാൻ എന്ന സാറ്റലൈറ്റ് വാടകയ്ക്കെടുത്ത് മലയാളത്തിന്റെ ആദ്യ സാറ്റലൈറ്റ് ചാനൽ ഏഷ്യാനെറ്റ് വെറും 3 മണിക്കൂർ ദൈർഘ്യമുള്ള സംപ്രേഷണം ആരംഭിക്കുമ്പോൾ റഷ്യയുടെ ഇന്നത്തെ ഭരണഘടന പോലും നിലവിൽ വന്നിരുന്നില്ല. മലയാളത്തിൽ ഒരു പുതിയ ടിവി ചാനൽ തുറക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? പിന്നീട് സ്വകാര്യ ചാനലുകളുടെ പടയോട്ടം ആരംഭിക്കുകയായിരുന്നു. സൺ നെറ്റ്വർക്കിൽ നിന്നും 1998 സൂര്യ ടിവിയും 2000 കൈരളി ടിവിയും ജീവൻ, അമൃത, ജയ് ഹിന്ദ്, മഴവിൽ മനോരമ തുടങ്ങിയ എന്റർടൈൻമെന്റ് ചാനലുകളും മലയാളിയുടെ സ്വീകരണ മുറിയിലെത്തി. ഒടുവിൽ വിനോദവും വിജ്ഞാനവും വാർത്തകളും ഒക്കെയായി മാധ്യമങ്ങളുടെ വലിയ വിളനിലമായി മാറിയ കേരളത്തിന്റെ കാഴ്ചയുടെ പുതിയ വസന്തം വിരിയിച്ച കേരള മാധ്യമ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് ഫ്ലവേഴ്സ്.